ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ട എഗ്ഗ് കറി, അത് വറുത്തരച്ചൊരു എഗ്ഗ് കറി ഉണ്ടാക്കിയല്ലോ. ചപ്പാത്തിക്കും പുട്ടിനും നമ്മുടെ വെള്ളയപ്പത്തിനും ചോറിന് പോലും പറ്റുന്ന ഒരു കറിയാണ്. 4 പേർക്ക് ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് പറയുന്നത്. 4 മുട്ട എടുത്തിട്ട് ഞാൻ അത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3-4 വറ്റൽമുളക്, 2-3 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-10-12 നമ്മുടെ കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റി വരുമ്പോൾ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത്. തേങ്ങ ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ ആവശ്യത്തിന് കൂടുതൽ കറി വേണമെങ്കിൽ ഇവിടെ കുറച്ച് കറിയേ ആവശ്യമുള്ളതുകൊണ്ടാണ്. കൂടുതൽ കറി ഉണ്ടെങ്കിൽ കൂടുതലെല്ലാം കുറച്ച് കൂടുതലെടുത്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ 2-3 കൂടുതലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം നമുക്ക് ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം. ഇത് നല്ലോണം വറുക്കാൻ നോക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ഒരു 1.5 സ്പൂണൊക്കെ മുളക് പൊടി, കുറച്ച് ഒരു ചെറിയ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ അരപ്പ്. ഇതിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന അത്ര അധികം നോക്കണം, നല്ലോണം സിമ്മിൽ തന്നെ ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്, മാറി നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ പാനിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ഞാനൊരു ഉള്ളിയാണ് എടുത്തിട്ട് അത് സ്ലൈസായിട്ട് കട്ട് ചെയ്ത ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വഴറ്റാന്ന് പറഞ്ഞാൽ ഒന്ന് കളറ് മാറുന്ന വിധത്തിൽ വഴറ്റായി. അപ്പം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളതും, ഒരു മീഡിയം തക്കാളിയായിരുന്നു കേട്ടോ. ആ തക്കാളി കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ 2 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിടാം. പിന്നെ ഉള്ളത് നമുക്ക് പൊട്ടറ്റോ, ഒരു വലിയ പൊട്ടറ്റോയുടെ പകുതി എടുത്തിട്ട് അതും കൂടി ഒന്ന് ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. അപ്പം ഇത് നല്ലോണം ഒന്ന് വഴറ്റി വന്നപ്പോൾ നമുക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം, തിളക്കുന്ന വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് സിമ്മിൽ വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ല കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അരപ്പ്, നല്ലോണം അരച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ടുണ്ട്. ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുടിത്തിട്ട് തന്നെയാണ് കറി. ഇത് നൂൽപ്പിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി. അപ്പോൾ അധികം വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ നല്ല പകുതിയാക്കിയിട്ട് ചെയ്യും കേട്ടോ. അപ്പം നല്ലോണം മസാല ഉള്ളിലൊക്കെ പിടിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ